തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ എന്തെല്ലാം തരത്തിലുള്ള നാടകങ്ങളാണ് ലോകമെന്ന് നടക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ശ്രീലങ്കയിലെ ഇൻ്റലിജൻസ് മേധാവിയായിരുന്ന രുദ്വാനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗോതബയ രാജപക്ഷ എന്ന് പറയുന്ന വ്യക്തിയെ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാനായിട്ട് ഒരു വർഗീയ കലാപം തന്നെ അദ്ദേഹം അഴിച്ചുവിട്ടു എന്നാണ് ശ്രീലങ്കൻ പോലീസ് ഇപ്പോൾ പറയുന്നത്. നൂറുകണക്കിന് ആളുകളാണ് ആ സംഭവത്തിൽ അവിടെ കൊല്ലപ്പെട്ടത്. ഗോതബായ ജയിച്ചു, പക്ഷേ ജനങ്ങൾ പിന്നീട് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് പുറത്തു കളഞ്ഞു. അമേരിക്കയിൽ താൻ ജയിക്കാതെ പോയതിൻ്റെ പേരിൽ അമേരിക്കൻ കോൺഗ്രസിനെ അട്ടിമറിക്കാൻ ട്രംപ് ആളുകളെ അയച്ച ഒരു സംഭവ വികാസം ഉണ്ടായിരുന്നു. ആ കേസിൽ പ്രതികളായ ആളുകൾ മുഴുവനും അദ്ദേഹം പിന്നീട് വിട്ടയച്ചു. വളരെ കൃത്യമായിട്ട് അമേരിക്കൻ കോൺഗ്രസ് പിടിച്ചെടുത്തിട്ട് അവിടെയുള്ള വൈസ് പ്രസിഡന്റിനെയും സ്പീക്കറെയും തൂക്കിക്കൊല്ലാനാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ശ്രമം നടത്തിയത്. ഒരു കലാപം തന്നെയാണ് അവിടെ അരങ്ങേറിയത്. ആ തരത്തിൽ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരവസ്ഥ ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. നമ്മുടെ നാട്ടിലും അത് തന്നെയാണ് അവസ്ഥ എന്ന് കഴിഞ്ഞ ദിവസം കോടതി വിധിയിലൂടെ പുറത്തു വന്നു. ഡൽഹിയിൽ നടന്ന 2025 തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, ആം ആദ്മി പാർട്ടി 10 കൊല്ലമായിട്ട് ഭരിക്കുന്ന ഡൽഹി അവരിൽ നിന്ന് പിടിച്ചെടുക്കാനായിട്ട് യഥാർത്ഥത്തിൽ BJP ആസൂത്രണം ചെയ്ത ഒരു കൊടും കള്ളമായിരുന്നു, വ്യാജമായിരുന്നു ഡൽഹി മദ്യ അഴിമതി കേസ് എന്ന് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നു. 23 പ്രമുഖ നേതാക്കളെയാണ് ആ മദ്യനയ കേസിൻ്റെ പേരിൽ CBI അറസ്റ്റ് ചെയ്തത്. ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോവുകയുണ്ടായത്. ഉപമുഖ്യമന്ത്രിയായിരുന്ന സിസോദിയെ അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ട് ഏതാണ്ട് 2 കൊല്ലത്തിലേറെ അവർ തടവിൽ പാർപ്പിച്ചു. 155 ദിവസം, ഏതാണ്ട് അരക്കൊല്ലമാണ് കേജ്രിവാൾ ജയിലിൽ കഴിഞ്ഞത്. നിരവധി നേതാക്കൾ, AIP നിരവധി നേതാക്കൾ അതിൻ്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിച്ചു. AIPയുമായിട്ട് ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് തെലങ്കാനയിലെ BRS എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവ് ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ, രാഷ്ട്രീയ നേതാവ് കവിതയെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ BJPയുടെ പ്രചാരവേലയുടെ ഭാഗമായിട്ട് CBI നടത്തിയ ഒരു വമ്പിച്ച വ്യാജ കേസ് ആരോപണമായിരുന്നു, വ്യാജ കേസ് മുന്നേറ്റമായിരുന്നു ഡൽഹിയിലെ ലിക്കർ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട കേസ്. ഇന്ന് ഇപ്പം കണ്ടെത്തിയിരിക്കുന്നത് അത് വിചാരണ ചെയ്ത കോടതിയാണ്. ഒരു തെളിവിൻ്റെ ഒരു കഷ്ണം പോലും ഇല്ലാതെ, വിത്തൗട്ട് ഈവൻ എ ഷെഡ് ഓഫ് എവിഡൻസ് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, മദ്യനയം ഉണ്ടാക്കാനും മദ്യനയം മാറ്റാനും മദ്യനയത്തിൻ്റെ പരിഷ്കരണങ്ങൾ വരുത്താനുള്ള അവകാശം ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾക്കുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി എന്ന നിലയിൽ, ഡൽഹി സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ മദ്യനയത്തിനകത്ത് അവർ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു. നേരത്തെ ഉണ്ടായിരുന്ന സംവിധാനം മാറ്റിയിട്ട് സ്വകാര്യ മേഖലയ്ക്ക് മദ്യവിതരണത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകി അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്രമീകരണങ്ങൾ നടത്തി. ഇത് ഡൽഹിയിൽ മാത്രമല്ല, ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും മദ്യരംഗത്ത് കൂടുതൽ ലിബറലൈസേഷൻ വരുന്നുണ്ട്. മദ്യരംഗത്ത് സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. വിപണനവും ഉൽപ്പാദനവും വിതരണവും കൂടുതൽ സ്വകാര്യ മേഖലയിലേക്ക് പോകുന്നുണ്ട്. മദ്യം വിതരണവും മദ്യം കുടിക്കുന്നതിന് സമയം വർദ്ധിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ അതിപ്പോൾ നേരത്തെ 11 മണിക്ക് തുടങ്ങുന്ന മദ്യപാനം 10 മണിക്കാക്കിയിട്ട് രാത്രി 12 മണി വരെ ആയിട്ടുണ്ട്. ഇതൊക്കെ സാധാരണ നിലയിൽ രാഷ്ട്രീയ കക്ഷികൾ, ഭരണകർത്താക്കൾ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നടത്തുന്നതാണ്. അതിനകത്ത് ചില അഴിമതിയൊക്കെ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഡൽഹിയിൽ സംഭവിച്ചത്, ഡൽഹി സർക്കാർ നടത്തിയ ഈ നയം മാറ്റം വമ്പിച്ച കോടിക്കണക്കിന് ഉറുപ്പികയുടെ ആനുകൂല്യങ്ങൾ ചില ആളുകൾക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നും ഈ ആനുകൂല്യങ്ങളിൽ നിന്ന് 100 കോടി രൂപ ആം ആദ്മി പാർട്ടി കൈവശമാക്കിയെന്നും അതിൽ 55 കോടി രൂപ ഗോവയിലെ തെരഞ്ഞെടുപ്പിൽ ചെലവാക്കി എന്നുമൊക്കെയാണ് CBI ആരോപണം ഉന്നയിച്ചത്. അതെന്താ തെളിവെന്ന് പറയുന്നത് CBI തന്നെ കൊണ്ടുവന്നിരിക്കുന്ന കുറേ ആളുകളെ വാമൊഴികൾ മാത്രം. മറ്റു തരത്തിലെ രേഖാമൂലമായ ഒരു തെളിവും അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല. കുറേ ആളുകൾ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഭീഷണിപ്പെടുത്തിയും സ്വകാര്യ നേട്ടങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു ഒക്കെ തന്നെ കുറേ ആളുകൾ എടുത്തുനിന്ന് കുറേ മൊഴി സമ്പാദിച്ചു, അത് രേഖപ്പെടുത്തി വെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി അടക്കം ഉപമുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പിടിച്ച് ജയിലിലിട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടായി?
CBI പോലെ അന്വേഷണ ഏജൻസി നടത്തുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ആ തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടി വെള്ളത്തിലാവും. സത്യത്തിൽ വെള്ളത്തിലായി. 2025 തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി തോറ്റുപോയി. ജയിച്ചതോ ഈ CBIയെ കെട്ടഴിച്ചു വിട്ട ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള അമിത്ഷായുടെ സ്വന്തം പാർട്ടിയുടെ നേതാക്കളായിട്ടുള്ള ആളുകൾ അവർ ജയിച്ചു. അവർ പാർട്ടി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ കോടതി വിചാരണ പൂർത്തിയാക്കിയപ്പോൾ ഒരു തരത്തിലുള്ള തെളിവുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം പുറത്തു വിട്ടു. അവരെല്ലാം വിമുക്തരാക്കി, കുറ്റവിമുക്തരായി. യഥാർത്ഥത്തിൽ ആ കുറ്റവിമുക്തരായതിനു ശേഷം കോടതിക്ക് മുമ്പിൽ വെച്ചിട്ട് അരവിന്ദ് കെജ്രിവാൾ കരയുന്നത് ദൃശ്യം, ആ ദൃശ്യം ഇന്ത്യയുടെ സമീപകാല ചരിത്രത്തിലെ വലിയൊരു വേദനാജനകമായ ചരിത്രമാണ്. എങ്ങനെയാണ് നമ്മുടെ അന്വേഷണ ഏജൻസികളെ, എങ്ങനെയാണ് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഏജൻസികളെ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന പാർട്ടികൾ ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നത് ഏറ്റവും വലിയ തെളിവായിട്ടാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ പൊട്ടിക്കരച്ചിൽ നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും അതിനൊരു അതിശക്തമായ പ്രതിഷേധം ഉണ്ടാവും, പ്രതികാരം ഉണ്ടാവും. ഡൽഹിയിലെ 4 കോടി ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് ഈ ഡൽഹിയിലെ BJP സർക്കാർ അധികാരത്തിൽ വന്നത്. കാരണം കള്ളക്കേസ്. എന്നിട്ടോ കഴിഞ്ഞ 1.5 കൊല്ലത്തെ ഭരണത്തിനിടയിൽ ഡൽഹി മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത വിധം ഒരു നരകമാക്കി മാറ്റി. ഡൽഹിയിലെ പൊല്യൂഷൻ അടക്കമുള്ള വിഷയങ്ങൾ, ജലവിതരണം അടക്കമുള്ള വിഷയങ്ങൾ, എല്ലാ രംഗത്തും ഈ BJP സർക്കാർ പൂർണ്ണ പരാജയമാണ്. നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ കാലത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊഹല്ലകളിൽ അവരുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, ആരോഗ്യ സംവിധാനങ്ങൾ, വൈദ്യുതി രംഗത്ത് ആളുകൾക്ക് ഏറ്റവും പാവപ്പെട്ട സൗജന്യ വൈദ്യുതി, നിരവധി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയൊരു സർക്കാരായിരുന്നു ആം ആദ്മി പാർട്ടിയുടേത്. ആ പാർട്ടിയുടെ ഭരണവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ BJP സർക്കാർ ഭരണമേ അല്ല, ഒരു ജനവിരുദ്ധ സർക്കാരാണ്. അപ്പോൾ ജനങ്ങൾക്ക് പതുക്കെ ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കെജ്രിവാൾ പറഞ്ഞു, നിങ്ങൾ ഇന്ന് തെരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ, ഈ കള്ള തെരഞ്ഞെടുപ്പ് മാറ്റിയിട്ട് നിങ്ങൾ ഇന്ന് തെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ 10 സീറ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ 70 സീറ്റിൽ 10 സീറ്റ് ഞങ്ങൾക്ക് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തെ സന്യാസത്തിന് പോകാം എന്നാണ് കെജ്രിവാൾ. അത് ഏറ്റെടുക്കാൻ ഒരു BJPക്കാരൻ ഇതുവരെ തയ്യാറായി. പ്രധാനമന്ത്രിയുടെ പേരിൽ മോദിയും അമിത്ഷായും നടത്തിയ ഗൂഢാലോചനയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ CBI വെച്ചുകൊണ്ട് കളി എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു. ഇപ്പോൾ അത് കോടതിയെ കണ്ടെത്തി. ഇതാണ് ഇന്ത്യയിലെ അവസ്ഥ. CBI അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയ ഏജൻസികളെ വളരെ പരസ്യമായിട്ട് ഏകപക്ഷീയമായിട്ട് കക്ഷിരാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥ ഡൽഹിയിൽ മാത്രമല്ല, ബംഗാളിൽ ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നു, കേരളത്തിൽ നേരത്തെ നടക്കുന്നതാണ്, പിന്നെ തെലുങ്കാനയിൽ നടന്നിട്ടുണ്ട്, കർണാടകയിൽ നടന്നിട്ട് എത്രയെത്ര രാഷ്ട്രീയ നേതാക്കളെയാണ് ഈ വ്യാജ കേസുകളിൽ കുടുക്കിയിട്ട് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളുടെ സമയത്തിൽ ജയിലിലേക്ക് ഇടുന്നത്. ഇത് സത്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും നീചമായ മട്ടിൽ ഏജൻസികളെ, സർക്കാർ ഏജൻസികളെ, ഔദ്യോഗിക ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്ന ഒരു ചരിത്ര സന്ദർഭം ഇതിനു മുമ്പ് അടിയന്തരാവസ്ഥയിലല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ കോടതി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞത് ഈ അന്വേഷണം നടത്തിയ, ഇത്തരത്തിൽ വ്യാജമായ തെളിവുകൾ ഉണ്ടാക്കിയ, പച്ച നുണ പറഞ്ഞ ഉദ്യോഗസ്ഥനെതിരായിട്ട് നടപടി എടുക്കണം എന്നുകൂടി കോടതിയുടെ ഉത്തരവിലുണ്ട്. ഞങ്ങൾ ഹൈക്കോടതിയിൽ പോവും, സുപ്രീം കോടതിയിൽ പോകും എന്നൊക്കെ പിന്നെ സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു കോടതിയിൽ പോയാലും ഇനി അവർക്ക് രക്ഷ കിട്ടില്ല. ഈ തരത്തിൽ വ്യാജങ്ങൾക്ക് വേണ്ടി, കള്ളങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ചെവിക്ക് പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് രാജ്യം പോയാൽ രാജ്യത്ത് ജനാധിപത്യത്തിന് രക്ഷയുണ്ട്. അല്ലെങ്കിൽ ഈ തരത്തിലുള്ള വ്യാജന്മാരുടെ, കള്ളന്മാരുടെ, കൊള്ളക്കാരുടെ ഭരണമാണ് രാജ്യത്ത് മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഡൽഹി ഒരു കൃത്യമായിട്ട് ചൂണ്ടുവരികയാണ്. ജുഡീഷ്യറിയുടെ ഈ നിലപാട് വളരെ വളരെ സ്വാഗതാർഹമാണ്.